ഇന്ന് നമ്മൾ സോണിലെത്തിയപാട് തന്നെ നമുക്ക് ഓർഡർ അടിച്ചിനെ. അങ്ങനെ നമുക്ക് ആദ്യത്തെ ഓർഡർ തന്നെ ബാച്ച് അടിച്ചത്. ആ ബാച്ച് ഓർഡറിൽ രണ്ടാമത്തെ ഓർഡർ ഡെലിവറി ചെയ്യാണ് നമ്മളിപ്പോൾ പോകുന്നത് ഗൈസ്. അപ്പോൾ ഇന്ന് അത്യാവശ്യം ഓർഡർ ഉണ്ടെന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം നമ്മൾ സോണിലെത്തിയപാട് തന്നെ നമുക്ക് ഓർഡർ അടിച്ചിന്, അതും ബാച്ചാണ് നമുക്ക് ഓർഡർ അടിച്ചത്. അപ്പോൾ ഇന്ന് നല്ല പ്രതീക്ഷയുണ്ട്. അത്യാവശ്യം ആയാൽ മതി അതിന് ഏണിങ്സ്. നമുക്കൊരു 6 മണീൻ്റെ ഉള്ളിൽ വീട്ടിലേക്ക് പോകണം എന്നാണ് നമ്മളൊരു ആഗ്രഹം. മേലച്ചവക്ക് മട്ടന്നൂർ റോഡിലാണ് നമ്മളെ ഡെലിവറി ലൊക്കേഷൻ വരുന്നത് ഗൈസ്. നമ്മളങ്ങനെ കണ്ണോത്താൻചാലിൽ എത്താനായി. കണ്ണോത്താൻചാല് കഴിഞ്ഞ് മേലച്ചവക്ക് എത്താനായി ഗൈസ്. അങ്ങനെ മേലച്ചവ മട്ടന്നൂർ റോഡ് കയറിയിട്ട് നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്താനായി. ഈ ഭാഗത്ത് റോഡ് മോശമാണ്. അങ്ങനെ നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിച്ചിട്ടുണ്ട്. കസ്റ്റമർക്ക് ഫുഡ് കൊടുത്ത് നമ്മൾ ഡെലിവറി മാർക്ക് ചെയ്ത് നമ്മൾ തിരിച്ചതിന് താണ ഭാഗത്തേക്ക് പോവുകയാണ്. നമുക്ക് ഇതുവരെ ഓർഡറൊന്നും ലഭിച്ചില്ല. ഇനിയും വേഗം ഓർഡർ അടിയുമായിരിക്കും ഗൈസ്. നമുക്ക് എന്തായാലും അതിന് താണൻ്റെ അപ്പുറം പോയാലേക്കും മിക്കവാറും ഇതിന് ഓർഡർ അടിയാൻ ചാൻസ് ആണെന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ താണ സെഗലിൻ്റെ എവിടെയേ ബ്ലോക്ക് ഉള്ളൂ. നമ്മളങ്ങനെ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ആ സൈഡിലൂടെ പോയി താണൊക്കെ എത്തിച്ചും നമുക്ക് ഓർഡറൊന്നും അടിയുന്ന കാണുന്നില്ല ഗൈസ്. അന്ന് നമുക്ക് നേരെ SM പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് കോമള വിലാസത്തിൽ നിന്ന് ഒരു ഓർഡർ അടിച്ചിട്ടുള്ളത്. നേരെ പോയിട്ട് ഫുഡ് പിക്കപ്പ് ചെയ്യാം. ഫുഡ് റെഡിയാണ്. അതൊരു ലോങ് ഓർഡറാണ് ഗൈസ്. നമുക്ക് നേരെ പോയിട്ട് ഫുഡ് പിക്കപ്പ് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവാം ഗൈസ്. അങ്ങനെ ഫുഡ് പിക്കപ്പ് ചെയ്തു. ഇനി നേരെ കസ്റ്റമർ ലൊക്കേഷൻ ചാല ഭാഗത്തേക്കാണ് ഡെലിവറി വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചാല ഭാഗത്തേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.